ഹലോ നമസ്കാരം. എവിടെ പോയിട്ട് വരുന്നത്? ഞാനൊന്ന് അമ്പലത്തിൽ പോയതാ മക്കളെ. തൊഴാൻ പോയതായിരിക്കും. അല്ല, ഉണക്കമീൻ മേടിക്കാൻ. എടാ, അമ്പലത്തിൽ പിന്നെ തൊഴാനല്ലാതെ പിന്നെ എന്തിനാ പോകുന്നത്? എവിടുന്ന് വരുന്നതാ? അല്ല, ഈ ഇടയായിട്ട് ഇച്ചിരി ഭക്തി കൂടുതലാണല്ലോ നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടേ മുതലേ ഭക്തി കൂടുതലാ. ദൈവഭക്തി ഭയങ്കര കൂടുതലാ. മറ്റേ പാപ്പന്റെ പെണ്ണുമ്പിള്ള വല്ലവനും കൂടെ ഇറങ്ങിപ്പോയില്ല, അതെന്താ? അതെന്നാന്ന് വെച്ചാലേ അവക്ക് ദൈവത്തോട് മാത്രമേ ഭക്തിയുള്ളൂ, എന്നോട് ഭക്തി ഇല്ലെന്ന്. മോനെ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പോരാ, ഞങ്ങളെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെൽസൺ മോന് വേണ്ടി ഞാനൊന്ന് ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭഗവാനെ, നെൽസൺ മോന് ഹിന്ദി സിനിമയിൽ ഹീറോ ആയിട്ട് നല്ലൊരു വേഷം കൊടുക്കണേ. അതിനു വേണ്ടി പളനി ചെന്ന് തല മൊട്ടയടിച്ച് 32 ശൂലവും കവളത്ത് കയറ്റിയാക്കാമേ. അയ്യോ അപ്പച്ചാ, അത്രയും വലിയ സ്നേഹം നമ്മള്, ഇത്രയും വലിയ സ്നേഹം ഉണ്ടല്ലോ നമ്മളുടെ. നമുക്ക് വേണ്ടി മൊട്ടയടിക്കാനും ശൂലം കുത്താനും ഒക്കെ ആയിട്ട്. ആര് മൊട്ടയടിക്കുമെന്ന്? ഞാനല്ല, പിന്നെ നീനെ കൊണ്ട് മൊട്ടയടിപ്പിക്കാന്നാണ് ഞാൻ നേർന്നത്. ഈ നേർച്ച അങ്ങനെ തെറ്റിച്ച ദൈവമേ, നിന്റെ ഹിന്ദി പടത്തിലെ ഭാവി എനിക്കറിയാൻ മേല കേട്ടാ. അതെ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാ. എന്ന് വെച്ചാൽ എനിക്കൊരു മരുമോനുണ്ട്. മരുമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാവൃത്തികെട്ട കുരുത്തക്കെട്ട ചക്കലായിരുന്നു. അവനെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിപ്പോ നേരെയായി. അവനിപ്പോ ഒരു തീർത്ഥയാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുവാ. അനുഗ്രഹിച്ചടാ, അനുഗ്രഹിച്ചു. അനുഗ്രഹമൊക്കെ അവിടെ ഇരുന്നോട്ട് കാല കിടക്കുന്ന ചെരുപ്പ് ഉരിങ്ങുന്നത് എത്ര നേരമാണ് നോക്കി നടക്കുന്നു? നാളെ പോകേണ്ട ചെരുപ്പ് ഇട്ടോണ്ട് നടക്കുവാന്നോ? അല്ല, ഞാനേ അമ്പലത്തിൽ പോയപ്പോഴേ അറിയാതെ ഇട്ടണ്ട് പോയാ. അതാ ഞാൻ ഇട്ടപ്പോ ചെറിയൊരു ലൂസ്. കാലിനല്ല ലൂസ്, നിങ്ങളുടെ തലയ്ക്കാ ലൂസ്. എന്നാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ, എടാ മോനെ, നീ ഏതായാലും അവിടെ പോകുമ്പോഴേ എന്നെ കൂടി കൊണ്ടുപോകൂ. എവിടാ? തീർത്ഥയാത്രക്ക്. തീർത്ഥയാത്രയ്ക്കോ? ഇപ്പം കൊണ്ടുപോകാനായിട്ടില്ല, പിന്നെ ഞാൻ കൊണ്ടുപോവാം. എപ്പോഴാടാ? ഇങ്ങനെ തീർന്നിട്ടേ 3 നെല്ലായിട്ട് കിടക്കുമ്പോ അത് കുടത്തി വെച്ച് തലേ വെച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ട് ഒഴുക്കിക്കോളാം. അല്ല, നിന്റെ അപ്പ പോകുമ്പോ അങ്ങോട്ട് ഒരിക്കാ മതി. യാത്രക്ക് പോവാൻ ഒരു സംശയം ചോദിക്കട്ടെ, നീ കാശി, രാമേശ്വരം, മധുര, പഴനി വഴി ഇങ്ങനെ വലയം വെച്ചാണോ വരുന്നത്? വലയം വെച്ച് ഞാൻ മീൻ പിടിക്കാൻ പോകുവാണോ? ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ. അതല്ല, വഴി കറങ്ങിയാണോ നീ വരുന്നത്? ഞാൻ കറങ്ങിയോ നിരങ്ങിയോ എങ്ങനെയും പൊക്കോളാം. നിങ്ങൾ വേറെ പണി നോക്ക്. എനിക്കൊരു ഡ്രസ്സൊക്കെ ഉള്ളതെന്ന് എടുത്തു വെക്കുവല്ല, സഹായിക്കുവല്ല, കിണുകിണുക്കിണാന്ന് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുക. ഇതാണ് എന്റെ മരുമോൻ. ഒന്ന് പറഞ്ഞ് രണ്ടിന് ദേഷ്യപ്പെടും. എന്റെ ദൈവമേ, ഞാനൊന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. ഭക്തി നിർഭരമായ സഞ്ചരിച്ചു പോകും അല്ലേ? ഭക്തി നിർഭരമായിട്ട് കാശി, രാമേശ്വരം, പാണ്ടി, മലയാളം ഒക്കെ പോയി ഭഗവാനെ ഒന്ന് ദർശിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരണം. അതല്ലേ? ആട്ടെ, ഞങ്ങൾ പോകുമ്പോഴേ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ നേർച്ച തരാം. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രശ്നവുമില്ല. ആത്മീയ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് യാതൊരു മടിയില്ല, ഒരു മടിയില്ല. ആത്മീയത അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ലൗകികത ആൾക്കാരൊക്കെ കാണുന്നു. സത്യം പറ, സത്യം പറ. ഈ ബെർമൂഡ ഇട്ടോണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ? ഞാൻ കാശി, രാമേശ്വരം, പാണ്ടി, മലയാളം അടച്ചു വണ്ണ സ്ഥലത്തേക്ക് പോകണോ? ചുമ്മാ അടങ്ങിയിട്ട് അവിടെ കേക്കല്ലെന്ന്. ഇത് സംഭവം എന്നാന്നറിയോ? ഇവിടുത്തെ ആ കിളവനും എന്റെ പെണ്ണുമ്പിള്ളയും ഉണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്തു വിടത്തില്ല. ആത്മീയത തലയ്ക്ക് പിടിച്ചിരിക്കുക. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്നെ എവിടെ വേണേലും വിട്ടോളൂ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ആത്മീയതയായിട്ട് ആത്മീയയാത്ര പോവാന്ന് പറഞ്ഞിട്ട് പോവാ. ഇന്നാൾ എനിക്ക് ഇതുപോലൊരു പണി കിട്ടിയതാ. പളനിക്ക് പോവാന്നും പറഞ്ഞോണ്ടേ എറണാകുളത്ത് മറ്റേ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ താണ്ടത് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. നീ ഇച്ചിരൂടെ പറഞ്ഞാൽ അവരുടെ റേഷൻ കാർഡും ആൾക്കാരും വീട്ടിൽ എത്ര പേരുണ്ടെന്നും പറഞ്ഞതിനല്ലോ. എന്നെക്കാട്ടി വലിയ ആരാധനയാന്ന് തോന്നുന്നല്ലോ. ഏറെക്കുറെ. അങ്ങനെ ഞാൻ പളനിക്ക് പോവാന്നും പറഞ്ഞ് അവിടെ ചെന്നു. ഈ പെണ്ണുമ്പിള്ള കണ്ടപ്പോൾ എനിക്ക് ആരാധന മൂത്ത ആൾക്കാരെ തൊഴഞ്ഞു മാറ്റിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുത്തു. മുടിയാനെ കൊണ്ട് ലൈവ് TV കാണിച്ചിരിക്കുവായിരുന്നു. ഈ കിളവൻ അത് TV കണ്ടിട്ട് ഞാനേ പളനിക്ക് പോയ ഞാൻ സണ്ണി ലിയോണ്ടൂടെ നിൽക്കുന്നു പറഞ്ഞ് പെണ്ണുമ്പിള്ളയോട് പറഞ്ഞു കൊടുത്തു. അല്ല, അതങ്ങനെ ശരിയാ? പുള്ളി ആത്മീയതയുടെ ആളല്ലേ? ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കാ പുള്ളി ആത്മീയത കൂടുതൽ. സണ്ണി ലിയോൺ പുള്ളിയുടെ ദേവതയാന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ ഇത് എവിടെ പോയി കിടക്കുന്നു? ഗോവ കടപ്പുറത്ത് വന്നാണ് ഈ ടീഷർട്ട് ഇട്ടുണ്ട്. അങ്ങോട്ട് കടപ്പുറത്തും ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഗോവ 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 ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും ദൈവമേ രക്ഷിക്കണേ കാത്തുകൊള്ളണേ. തീർത്ഥയാത്രയ്ക്ക് പോവാണേ. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ? ഞാനിവിടെ കഴുകി വൃത്തിയാക്കി. കഴുകി വൃത്തിയാക്കി? നിങ്ങളല്ല, ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയത്. അതല്ലെന്ന് തോക്കി കയറി വെടിവെക്കാതെ. ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഒരു തോർത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നു. എവിടെ കൊണ്ടുവച്ചത്? അയ്യോ, നിങ്ങൾ കുളിക്കാൻ വെച്ചതായിരുന്നു.
എന്റെ പൊന്നോ കൈക്കലയ്ക്ക് പോലും കൊള്ളാഞ്ഞിട്ട് ഞാൻ എടുത്ത് അടുക്കള തുടച്ചു. അയ്യോളാ ഇവള് പറയുന്നത് കേട്ടോ, കൈക്കരയ്ക്ക് കൊള്ളത്തുന്ന ആ തോർത്തിന്റെ മഹത്വം എന്താന്ന് നിനക്കറിയാവോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന തോർത്ത ഞങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങളുടെ അപ്പന് കൊടുത്തു, ഞങ്ങളുടെ അപ്പൻ അത് എനിക്ക് തന്നു. അങ്ങനെ പാരമ്പര്യം തിങ്ങി നിറഞ്ഞ തോർത്ത അതറിയാവോ? തിങ്ങി നിറഞ്ഞു നിറച്ച് ചെളി അഴുക്കും തിങ്ങി നിറഞ്ഞു തോർത്തായിരുന്നു. ഞാനുണ്ടല്ലോ തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ, നിന്റെ കീത്താടി ഇടിച്ച് ഞാൻ പറിച്ചേനെ. അയ്യ ഇങ്ങോട്ട് വാ ഇടിക്കാൻ. എന്നാ ഇടിച്ചാ എന്നാ? അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ അല്ല അപ്പ ദിവസമായിട്ട് അപ്പ എന്നാന്നറിയാവോ, ഞാൻ ഇവിടെ തോർത്തൊരെണ്ണം അലക്കി മടക്കി വെച്ചിരുന്നു, ഇവള് കൊണ്ട് അടുക്കള തുടച്ചെന്ന്. എല്ലാ പണിയാണ് നീ കാണിച്ചത്. എന്നപ്പാ അത് മൊത്തം അഴുക്കും ചെളിയായിരുന്നു. അപ്പ നന്നായി പോയി. അല്ല ഇവള് കാണിച്ചത് ശരിയാന്ന്, ഇവള് കാണിച്ചത് ശരിയാന്ന്. നീ ഒരാളാണോടാ? ആണുങ്ങളായ നട്ടല് വേണോടാ, നട്ടല് വേണം. അതെന്നാ അങ്ങനെ സംസാരിക്കുന്നത്? നിനക്കറിയാമോ, ഇവളുടെ അമ്മയും ഞാനും കൂടി 10-35 വർഷം ഈ കുടുംബത്ത് ഒരുമിച്ച് ജീവിച്ചതാ. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 35 വർഷം ഒരുമിച്ച് ജീവിച്ചല്ലോ, ഇതുവരെ ആ പുള്ളിക്കാരത്തോട് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനാ? അതല്ല പറഞ്ഞത്. എടാ പണ്ടത്തെ കാലമല്ല, ഇപ്പൊ കാലം മാറി. കാലം പോയത് നിനക്ക് അറിയത്തില്ലേ? ആ കാലം പോയെന്ന് എനിക്കറിയാം. അല്ലേ കാലം വന്ന ഇതിനു മുമ്പ് എപ്പോഴോ ഇതിനെയൊക്കെ അങ്ങ് മേളിലോട്ട് കൊണ്ടുപോയേനെ. അതല്ല പറഞ്ഞത്. എടാ നാടോടുമ്പോ നടുവേ ഓടണോന്ന്. ആദ്യം നേരെ ചെവി ഒന്ന് നടക്കാൻ പഠിക്ക്, എന്നിട്ട് നടുവേ ഓടാം. ഇവനെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? എടാ ഞാൻ പറഞ്ഞു വന്നതേ, പണ്ടത്തെ പോലെ ആണുങ്ങൾ ഇപ്പൊ പെണ്ണുങ്ങളുടെ അടിമയായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണം, എന്നല്ലേ തടിക്ക് നല്ലത് അല്ലേ? ഏത് ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്നേ? ഇപ്പൊ നീ TV സീരിയൽ ഒന്നും കാണാറില്ലേ? അതിനകത്ത് ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിട്ട് എളിമയായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ TV സീരിയൽ കണ്ടാ നിങ്ങൾ പെണ്ണുമ്പളുടെ അടിമയായിട്ട് ഇത്രയും നാളും ജീവിച്ചത്? അത് തന്നെയല്ലെന്ന്. സർക്കാർ വരെ പെണ്ണുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ? റേഷൻ കാർഡ് വരെ പെണ്ണുങ്ങളുടെ പേരിലേക്ക് ആക്കിയില്ലേ ഇപ്പൊ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഓരോ ലോജിക് ഉണ്ട്. സർക്കാർ അങ്ങനെ ചിന്തിച്ച് ചെയ്താ. റേഷനിൽ കിട്ടുന്നത് എന്തുവാ? എന്താ? 2 രൂപയുടെ നാറുന്ന അരിയും ഭൂന്ന് കത്തുന്ന മണ്ണെണ്ണയല്ലേ? ഇതിന്റെ രണ്ടിന്റെ സ്വഭാവം ഒരുപോലെ, അതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കിയത്. അതുകൊണ്ടാ. അതല്ല എനിക്കിപ്പോ പേടി. അതല്ല എന്നെ പോലുള്ള ആണുങ്ങൾ ഇനി ഗർഭം ധരിക്കണമെന്ന് സർക്കാർ പറയുമെന്ന എന്റെ ഒരു ആശങ്ക. അയ്യോ ആശങ്ക. ഇനി അത് ഗർഭം ധരിച്ച് പ്രസവം കൂടെ കഴിഞ്ഞിട്ടേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇനി ഇതിന്റെ കൊച്ചിനൂടെ ഞാൻ ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കടുപ്പം തന്നെ കേട്ടോ. പറഞ്ഞെന്നുള്ളൂ. എടാ മോനെ, എടാ പിന്നെ നീ ആദ്യം എങ്ങോട്ടാടാ പോകുന്നേ? ഞാൻ കാശില്ല. കാശില്ലേ? കാശില്ലെങ്കിൽ കുറച്ച് പൈസ ഞാൻ തരായിരുന്നല്ലോടാ. കാശില്ലാതാണോ പോകുന്നേ? ആദ്യം കൊണ്ടാ ചെവി കൊണ്ടുപോയെന്ന് കഴുകും. ഞാൻ കാശിയിലോട്ട് ആദ്യം പോന്നേന്നാ പറഞ്ഞേ. ഓ കാശിക്കാതല്ലേ? അപ്പൊ കൂടാരം ഇല്ലേടാ? കൂടാരം കൊണ്ട് പോവാൻ ഞാൻ സർക്കസിന് വല്ലതും പോവാന്നോ? ഞാൻ തീർത്ഥയാത്രക്ക് പോവാ. എടാ അതല്ലെന്ന്, കൂടെ ആരും ഇല്ലേന്ന്. കൂടെ ആളുണ്ട്. എന്റെ ആത്മാർത്ഥ കൂട്ടുകാരായ സുരേഷും രതീഷും. മാസ്റ്റ് കൂട്ടുകാരാ? എടാ ഈലാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലത്തെ കൂട്ടാ നിനക്കുള്ളത്. ഈ പറയുന്ന പുള്ളിക്ക് ഒരു പേപ്പട്ടി പോലും കൂട്ടില്ല, എന്നിട്ട് ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടുണ്ടെന്ന്. എടാ ഈ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇവന്മാരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഒഴിവാക്കണമെന്നോ? എടിയേ നീ വന്നേ. അവളെ വിളിക്കണം. ഈ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടോ, ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഞാനേ ഒറ്റയ്ക്ക് പോണെന്ന്, കൂട്ടുകാരും കൊണ്ടുപോകണ്ടെന്ന്. അയ്യോ ഒറ്റയ്ക്ക് നിങ്ങൾ പോകണ്ട. അത് പറഞ്ഞു കൊടുക്കാം. അങ്ങോട്ട് പോകുമ്പോ അപ്പനും കൂടെ കൊണ്ടുപോകും. അതാ ഞാൻ പറഞ്ഞത്. പെട്ടി എടുക്കട്ടെ. പെട്ടി എടുക്കണ്ട. കെട്ടി എടുക്കാനല്ല, പെട്ടി എടുക്കട്ടെ. പെട്ടി എടുക്കേണ്ട ടൈം ആവുമ്പോൾ ഞാൻ തോളത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുഴിച്ചിട്ടോളാം. എന്തായാലും ഈ പുള്ളിയെ കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ ഈ ദുഷിപ്പൊന്ന് നിർത്ത മനുഷ്യ. ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നല്ലേ, ആദ്യം നിങ്ങളുടെ ദുഷിപ്പൊക്കെ കൊണ്ടുപോയി അവിടെ ഒന്ന് കള. ദുഷിപ്പ് കൊണ്ട് കളയണം. ഒരു കാര്യം ചെയ്യും, എന്നാ അപ്പച്ചനോടെ പോരെ. അവനക്ക് മനസ്സിലായ കാര്യം. അവിടെ കൊണ്ട് കളഞ്ഞേക്ക. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുഷിപ്പാണല്ലോ. ഒരു കാലത്ത് നന്നാത്തില്ല. നീ അങ്ങ് തനിച്ചങ്ങ് പോയാ മതി. എന്താ എനിക്ക് ദീർഘദൂര യാത്ര ചെയ്താലേ ഛർദിക്കാൻ വരും എന്ന് പറഞ്ഞാൽ വയറ്റിക്കണ്ണിയായിട്ട് നിൽക്കുമല്ലേ ഛർദിക്കാൻ വരാനായിട്ട്. അളിയാ പോണ്ടേ? ബോണ്ടായോ? ബോണ്ടല്ല, പോകണ്ടേ. ഇനി വന്നേ. എന്താ? ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നോളാമെന്നാണോ പറഞ്ഞു. നിങ്ങളോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞോ? എന്ന് വെച്ചാൽ സമയം ഇത്രയായാലും ഞങ്ങളെല്ലാം അവിടെ വെയിറ്റ് ചെയ്തെന്ന് ഉള്ള മണ്ടത്തരം ഒന്ന് വിളിച്ച് പറഞ്ഞേക്കല്ലേ. ഞാനിപ്പോ റെഡി ആയിട്ട് ഇറങ്ങാം. നിനക്ക് ഇതൊക്കെ വിശ്വാസമായോ? എന്തുവാ ഈ കുവേരക്കുഞ്ചി ഇവിടെ കൊണ്ട് വെച്ചേക്കാം. കുവേരക്കുഞ്ചി നിന്റെ അപ്പൻ. ഇത് മിണ്ടുവോ? കുവേരക്കുഞ്ചി അല്ല, പിന്നെ അപ്പനാ. അല്ലെന്ന്, അപ്പനാന്ന്. അപ്പം മരിച്ചു എന്നല്ലേ എന്നോട് പറഞ്ഞ ഞാൻ മരിച്ചു പോയി. അത് എന്റെ അപ്പം മരിച്ചു പോയെന്നാ പറഞ്ഞേ. പെണ്ണുമ്പിള്ളേടെ അപ്പനാ.
എടാ എടാ ഇവനെ മാറ്റടാ ഇവന് കടിക്കൂടാ ഇവനെ ഇതാരാടാ ഇതാരാടാ ഇതെന്റെ കൂട്ടുകാരാ സുരേഷും രതീഷും. അമ്മാവൻ എപ്പോ വന്നു? ഞാനും പണയത്തില്ല, ഗണിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതെന്ത്? അതെന്ന് പറഞ്ഞാലേ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തെ അന്ന് വൈകിട്ട് അടുക്കള കാണാൻ ഇവരെല്ലാം കൂടെ വന്നായിരുന്നു. ഈ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഗ്രഹപ്പഴയ്ക്ക് നല്ല ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചു അമ്മാവ നാളെ പോയാ പോരായോന്ന്. മനസ്സിലായോ? 14 വർഷമായി ഇപ്പോഴും ഇങ്ങേർക്ക് നാളെ ആയിട്ടില്ല. ഇവിടെ തിന്നും കുടിച്ച് കിടക്കുക. ഇതാണോ ഇയാള് പറഞ്ഞ മൂദേവി? അളിയൻ പറഞ്ഞ മൂദേവി ഇതാണോന്ന്? മൂദേവി അല്ല എന്റെ ഭാര്യ ശ്രീദേവി. അങ്ങനെയല്ല, വീട്ടിൽ കയറുവാൻ ബന്ധു ശല്യം ചെയ്യുന്ന ഒരു മൂദേവിയുടെ കാര്യം അങ്ങനെയല്ല എടി. എന്നാന്ന് ചോദിച്ചാലേ നിന്നെ മനസ്സിൽ വരുമ്പോ ഞാൻ അവിടെ വന്നിട്ട് സുഖമോ ദേവി സുഖമോ ഇങ്ങനെ പാടും. ഇമാൾ ഈ സുഖം കേൾക്കത്തില്ല. മൂദേവി എന്ന് ഇവര് കേട്ടത്. എന്റെ ചക്കരെ ഞാൻ അങ്ങനെ പറയും. എനിക്ക് തീർത്ഥാടനത്തിന് പോകാനുള്ള എല്ലാ പൈസയും തന്നെ ഇവിടെ. അതൊക്കെ പോട്ടെ, നമുക്ക് പോകണ്ടേ, അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കുവാന്നല്ല, കറക്റ്റായിട്ട് പറയണം. അത് എന്നാന്ന് ചോദിച്ചാലേ നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോഴേ അടിച്ചു നനച്ച് കുളിച്ചിട്ട് കയറണായോ? അതാ പറഞ്ഞ അടിച്ചു പൊളിക്കാനും നല്ല അടിച്ചു നനച്ച് കുളിക്കണോന്നാ പറഞ്ഞേ. ഇവര് ഇംഗ്ലീഷ് പറയുന്ന. നമ്മൾ കഥവ് തുറന്നിട്ടിരിക്കുന്ന ഡോർ അടച്ചിട്ട് വരണമായിരുന്നു. പാവം ഇവര് ഇംഗ്ലീഷ് പറഞ്ഞാ വന്നിട്ട് നമുക്ക് പോകാം, നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം, കുഴപ്പമില്ല, നശിപ്പിക്കല്ലേ. ഇവന് എന്തൊക്കെ പ്രാന്താണെങ്കി പറയുന്നത്? അപ്പൊ നമ്മുടെ മസാജ് മദാമയൊക്കെയോ? മസാജല്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് ഫോൺ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ചെന്നെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കണമെന്ന്. അപ്പൊ മദാമയുടെ കാര്യം പറഞ്ഞായിരുന്നു. ആരുടെ മദാമയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. മദാമയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെ കേൾക്കാൻ ഇങ്ങനെ ചെവിക്ക് ഒരു കുരുവില്ല. മദാമേ എന്നല്ല ഞാൻ പറഞ്ഞേ. അതെന്ന് പറഞ്ഞാൽ മൈദമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗോദണ്ഡപാണി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ ആ ഗോദണ്ഡപാണി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഉണ്ട്. ഞാനും സുരേഷും കൂടി അവിടെ കിഴങ്ങ് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ അനങ്ങാൻ വയ്യാതിരിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ. ഗോദണ്ഡപാണി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഇവർ ഏത് ക്ഷേത്രത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അങ്ങനെ ക്ഷേത്രം ഉണ്ടാവേ. അവിടെ പണ്ടൊരു സ്വർണത്തിന്റെ മണി കാണാതെ പോയി ആരാണ്ട് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസുണ്ടായ ഒരു ക്ഷേത്രം ഉണ്ട്. അവിടെ മണി കാണാതെ പോയായിരുന്നോ? ആരാണ്ട് മോഷ്ടിച്ചോണ്ട് പോയായിരുന്നു? എന്നാ ഈ പുള്ളി പോയിട്ടുണ്ട്. കറക്റ്റ് ഞാൻ പോയിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ ഗോദണ്ഡപാണി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ മൈദമാവ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി. പൊറോട്ട അവിടുത്തെ നേർച്ച. അവിടെ പൊറോട്ടയും സാമ്പാറും അവിടുത്തെ നേർച്ച എനിക്കറിയാവുന്നതാ. അല്ല, നിനക്ക് വിശ്വാസമായില്ലല്ലേ? നിനക്ക് വിശ്വാസമായില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവന്റെ അമ്മ, എന്റെ അമ്മ നീ കൊള്ളത്തില്ല, നീ മാറി നിൽക്കും. നീ പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഇവന്റെ അമ്മ കൊച്ചിലെ. ഇവന്റെ അമ്മ കൊച്ചിയിലാണോ? അല്ല, എന്റെ അമ്മ തിരുവനന്തപുരത്താ. പിന്നെ അവൻ കൊച്ചിയിലാന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞേ. അങ്ങനല്ലെന്ന്. ഇവന്റെ കൊച്ചിലെ ഇവന്റെ അമ്മ. ഇവന്റെ അമ്മയുടെ കൊച്ചിലെ. അമ്മയുടെ ഞാൻ വല്ലതും പറയും കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ എടി, ഇവന്റെ കൊച്ചിലെ ഉണ്ടല്ലോ, ഇവൻ സംസാരിക്കത്തില്ലായിരുന്നു. ആണോ? എനിക്കറിയത്തില്ല പെങ്ങളെ. അല്ല അല്ലെങ്കിലും കൊച്ചിലെ ആരും സംസാരിക്കത്തില്ല. നീയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതല്ലെന്ന് 3.5 വയസ്സ് വരെ ഇവൻ സംസാരിക്കത്തില്ലായിരുന്നു. നീ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഗോദണ്ഡപാണി ക്ഷേത്രത്തിൽ കൊണ്ടിട്ടുണ്ടല്ലോ, ഇവനെ കൊണ്ടുപോയി പിന്നെ എന്തുവായിരുന്നു, നടക്കടിച്ചു. നടക്കടിക്കാൻ അവൻ എന്നാണ് തേങ്ങയാണോ? കിളവൻ സമ്മതിക്കില്ല. അല്ല, എന്നുകൊണ്ട് നടക്കിരുത്താൻ അവൻ എന്നാണ് ആനയാണോ നടക്കിരുത്താൻ? സമ്മതിക്കുകയില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോകുക. ഇത് മാറ്റിയിട്ട് നിങ്ങളെ തീർത്തിട്ടുള്ളൊരു യാത്രയാകല്ലോ. മനസ്സിലായല്ലോ? മര്യാദക്ക് അവിടെ ഇരുന്നോണം. എന്നിട്ടുണ്ട് നീ ഇങ്ങ് വാ, പറഞ്ഞുതരാം. നീ വിശ്വസിക്കണം ഇത്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പൂജയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഇവൻ സംസാരിക്കാൻ തുടങ്ങിയേ. നീ സംസാരിക്കോടാ? അതുകൊണ്ടല്ലോ അമ്മ ഇപ്പൊ പറഞ്ഞില്ല. എന്റെ അമ്മച്ചി അവിടെ നിന്ന് നേരത്തെ ചേർന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെ നിന്ന് ശാന്തിക്കാർ പറഞ്ഞു കയ്യിൽ 5-6 ചരട് കെട്ടിട്ട് അമ്പലത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ തന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്ത്. നീ ഇവിടെ പോകുമ്പോഴേ ഇവൻ അവിടെ നടക്കാൻ കഴിയത്തേക്ക്. എന്നിട്ടേ ഇവന്റെ അമ്മ നേരത്തെ കൊടുത്ത പൊറോട്ടയും സാമ്പാറും ഇല്ലേ, അതിങ്ങ് തിരിച്ചു മേടിച്ചോ. അതിനാ ഇവന്റെ സംസാരം നിർത്താൻ. നല്ല കാര്യമുണ്ട് അങ്ങേരെ അടുത്ത് പോയി പറയേണ്ട കാര്യം. എന്നാ പിന്നെ നമുക്ക് പോയാലോ? പ്രാന്ത ഇങ്ങ് വന്നേ. ഞാനേ ഇവിടെ തീർത്ഥയാത്രയെന്നല്ല പറഞ്ഞേക്കുന്നേ. പിന്നെ അല്ല, ഗോവയ്ക്ക് പോവെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നേ.
ഞാൻ തീർത്ഥയാത്ര പോവെന്നാ ഇവരോട് പറഞ്ഞേക്കുന്നത്. ഇത് പറയണ്ടേ? അതിനിടയ്ക്ക് മദാമ്മ മസാജ കുന്തം കൊടുത്ത് ഞാനൊരു പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. നേരത്തെ പറയുന്നത് ഞങ്ങൾ എടുത്തോണ്ട് വരില്ല. ഞങ്ങൾ കാവിട്ടോണ്ട് വരില്ലായിരുന്നു. നിങ്ങൾ മണ്ടത്തരം പറയാതിരുന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ തീർത്ഥയാത്രയ്ക്ക് പോവാന്നുള്ള സെറ്റപ്പിൽ അങ്ങ് നിന്നാൽ മതി. പിന്നെ നമുക്കിപ്പോ നൈസായിട്ട് അങ്ങ് പോവാം. ഒരു കുശിപ്പൊക്കെ ഒന്നുമില്ല, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാ നമുക്ക് പോയാലോ? അതെ ആ താണ്ട് പുറകിന്ന് വിളിച്ചല്ലോ. അയ്യാ പുറകിന്നല്ല, ഞാൻ സൈഡിൽ നിന്നാ വിളിച്ചത്. ആ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാ നിങ്ങള് തീർത്ഥയാത്രക്ക് തന്നെയാണോ പോകുന്നത്? ആ ഞങ്ങൾ അമ്മയാണ് സത്യം, ഞങ്ങൾ തീർത്ഥയാത്രക്കാ പോന്നെ. അല്ലാണ്ട് ഗോവയ്ക്കൊന്നും അല്ല. പറഞ്ഞായിരുന്നോ? നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇല്ല. ഞങ്ങൾ തീർത്ഥയാത്രക്കാ പോകുന്നത്. നീ എന്നാ അങ്ങനെ സംസാരിച്ചേ? അല്ല, ആ ഈ ഡ്രസ് ഓക്കെയാ, ഓക്കെ. പക്ഷെ ഈ ഡ്രസ് കണ്ടിട്ട് ഗോവയ്ക്ക് പോകുന്ന ഒരു ലക്ഷണം. അവിടെ ചെന്നാ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഏ? കാരണം ഞങ്ങളൊക്കെ ഗോതന്തപാണി ക്ഷേത്രത്തിൽ പിന്നെ ഗോതന്തപാണി ക്ഷേത്രത്തിലാണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് അയ്യേ. പിന്നെ നമ്മൾ കാഷായം നമ്മൾ അഴിഞ്ഞിട്ട് ഭഗവാനെ തൊഴും. അപ്പൊ ഇതെല്ലാം ഊരി കളയാൻ കൊണ്ടുപോകുന്നതാ ഇതൊക്കെ. മനസ്സിലായത്? അപ്പൊ ചേച്ചി പൊക്കത്തേക്ക് അല്ല, ഗോവയ്ക്കല്ല. ഗോവയ്ക്കൊന്നും പോകത്തില്ല. എടാ മക്കളെടാ, നിങ്ങൾ അവിടെ ചെന്നിട്ട് എവിടെയാടാ താമസിക്കുന്നത്? ഞങ്ങള് റിസോർട്ടിൽ സിറ്റ് ഔട്ടിൽ അമ്പലത്തിന്റെ സിറ്റ് ഔട്ടിലാണ് താമസിക്കുന്നത്. സിറ്റ് ഔട്ട് അല്ലായിരുന്നു, ശ്രുതി മണ്ഡപം. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. ശ്രുതി മണ്ഡപം എന്നാ അതിന് പറയുന്നത്, അറിയാവോ? കേട്ടായിരുന്നു. കേട്ടായിരുന്നു. ശ്രുതി മണ്ഡപം. ഞങ്ങൾ ശ്രുതി മണ്ഡപത്തിലാ. ഈ സമയത്ത് ടിക്കറ്റ് എല്ലാം ഉണ്ടല്ലോ. ടിക്കറ്റ് നിന്റെ കുട്ടി ഞാൻ മണ്ടനല്ല, ഞാൻ നേരത്തെ എടുത്ത് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഭാഗ്യം. നോക്കിയേട്ടാ. ഇങ്ങോട്ട് നോക്കി. നമുക്ക് ഗോവയിൽ ചെന്നിട്ട് മാതാമ്മമാരോട് മസാജ് നിങ്ങൾ അതിന് ടിക്കറ്റ് എടുത്തായിരുന്നു? ഞങ്ങളാ ടിക്കറ്റ് എടുത്തായിരുന്നോ? 3 ടിക്കറ്റ് നിന്റെ തന്നെ നീ കളഞ്ഞോ? അത് നോക്ക് ഇവിടെ വെച്ചായിരുന്നു. തുണിക്കടെല്ലാം കാണുമായിരിക്കും. ഇതിനകത്തിരുന്ന് ടിക്കറ്റ് എടുത്തായിരുന്നോ? എടുത്തുന്നു തലയാട്ടുന്നു കേട്ടാ. അതങ്ങനെ കുണിക്കൊണ്ടിരിക്കുന്ന എടുത്തായിരുന്നോ? ഇല്ല ഞാൻ എടുത്തിട്ടില്ലെന്ന്. ഒരു സാധനം ഒറ്റ കുതിര കൊന്നിട്ട് ഞാൻ കൊണ്ടുപോണ്ടേ ഇതൊക്കെ? എന്നാടാ മീനച്ചാറോ? തച്ചിയല്ലെന്ന്. ഇതെന്തോന്നറിയാവോ? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മമാ അത്. ഇതോ? ആ ഇത് നിന്റെ അച്ഛന്റെ ചിതാഭസ്മമാണോ? അത് എന്റെ അച്ഛന്റെ ചിതാഭസ്മോ? നിന്റെ അച്ഛൻ എന്താണ്, അയിലയാണോ? അതല്ല, മീമുള്ളു കിടക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. ഇതിപ്പോ ടിക്കറ്റ് നോക്ക്. നോക്ക്. ഞാൻ 3 പ്രാവശ്യം ഏൽപ്പിച്ചത് കളയരുന്നു. അയ്യോ, ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ? അല്ല, ഞങ്ങക്ക് ഈ പിന്നെ ഗോതണ്ടപാണി ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഈ തുണിക്കകത്ത് എവിടെ ഉണ്ട്, അത് തപ്പി എടുത്തിട്ട് പോകാൻ. നോക്ക്. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. പറയാ നിങ്ങൾ സത്യത്തെ എവിടാ പോകുന്നത്? ശബരിമല. പളനി. മധുര അയ്യോ, എവിടാ പോകുന്നത്? വഴി ഗോതണ്ടപാണി ക്ഷേത്രത്തിലോട്ടാ പോകുന്നത്. അല്ലാതെ ഗോവയ്ക്കൊന്നും അല്ലല്ലോ അല്ലേ? അയ്യേ, ഗോവന്ന് കേൾക്കുമ്പോ എനിക്ക് ഛർദിക്കാൻ വരും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ അടിച്ചു വാരി കത്തിച്ച കൂട്ടത്തിലേ കൊറേ പേപ്പർ കത്തി തീരാറായപ്പോഴാ കണ്ട 3 ഗോവയുടെ ടിക്കറ്റ്. അപ്പൊ നിങ്ങൾ ഗോവക്കെങ്ങാനും ആണോ പോന്നോർത്ത് ആദ്യ പിടിച്ച് ഞാൻ മരിക്കാറായി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അയ്യോ, ഗോവിന്ദ